ഒരു കാലത്ത് ഈ മണ്ണും ജലവും പ്രകൃതിയുമെല്ലാം കേരളക്കരയുടെ ആത്മാഭിമാനത്തിന്റെ ചോലകളായിരുന്നു. സധൈര്യം ജീവിതം മുൻപോട്ട് പായിക്കാൻ ആവശ്യമായ ധാതുക്കളെല്ലാം വരദാനമായി നൽകിയ മലയാളിയുടെ വില്ലുവണ്ടി. എന്നാൽ കഥകളിലും കവിതകളിലും നാം വർണ്ണിച്ചു കേട്ട പ്രകൃതി എവിടെ പോയി? ആ കളകളാരവം എവിടെ പോയി? ആ തെളിനീരിന്റെ നനുത്ത തൂവൽ സ്പർശം. നമുക്ക് നഷ്ടപ്പെട്ടത് വെറുമൊരു ഭൂപ്രദേശം മാത്രമായിരുന്നില്ല, ജൈവ വൈവിധ്യം കൊണ്ട് മടിക്കുത്തു നിറച്ച അസാധാരണമായ പ്രകൃതിയുടെ കാലച്ചയായിരുന്നു. രണ്ടായിരത്തി 16 അവസാനത്തിൽ ഒരു പുതിയ സൂര്യൻ കേരളത്തിന്റെ കിഴക്കൻ ചക്രവാളങ്ങളെ ജ്വലിപ്പിച്ചുദയം ചെയ്തു. ഈ വെൺപ്രഭ പശ്ചിമ മലനിരകളിലെ പച്ചിലച്ചാർത്തുകളിൽ മന്ത്രിച്ചു. കഷ്ടകാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു ശുഭപ്രതീക്ഷയുടെ ഹരിതവസന്തം കേരളക്കരയെ പുൽകാൻ ഉദയം ചെയ്യുന്നു. ഹരിത കേരളം മിഷൻ എന്ന ഒരു പുതുവസന്തം. സൗരഭ്യം പരത്തുന്ന ഒരു പൂവിനു ചുറ്റും പൂമ്പാറ്റകൾ കൂടിയതുപോലെ 1000 പേർ ചുറ്റിനും നിൽക്കുന്നു. പിന്നീടത് ഒരു ജനകീയ മുന്നേറ്റമായി കേരളത്തിന്റെ നാട്ടിടവഴികളിൽ പോലും പ്രകാശം ചൊരിയുന്നു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ളൊരു മിഷൻ രൂപീകരിക്കുകയും 10 വർഷക്കാലത്തെ ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10 വർഷം മുമ്പേ ഉള്ള കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതിയുടെ അവസ്ഥ നമ്മൾ നോക്കണം. മാലിന്യ രംഗത്ത്, മാലിന്യ സംസ്കരണ കാര്യത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും, ഒരുപക്ഷെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമുണ്ട്. ദുർഗന്ധം വമിക്കുന്ന ധാരാളം പുഴകളും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളുണ്ടായിരുന്നൊരു നാടായിരുന്നു കേരളം. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് കേരളത്തിൻ്റെ പച്ചപ്പും ജലശുദ്ധിയും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും വീണ്ടെടുക്കാനുള്ള വലിയ ഒരു പരിശ്രമമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടത്തിയത്. ഒരു നാടിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, ഒരു ജനതയുടെ, ഒരു കാലത്തിന്റെ ആകെ ഒഴുക്കാണ്, ഓളമാണ്, ഓർമ്മയാണ്. ജലസുരക്ഷ, മാലിന്യ സംസ്കരണം, കൃഷി, ഈ 3 ദൗത്യവും ചേർന്ന് ഒരു പുഴയായി. പുഴയിന്മേലൊരു പള്ളിയോടവുമായി ആർപ്പുവിളികളോടെ ഹരിതകേരളം മിഷൻ യാത്രയ്ക്കൊരുങ്ങി. ലക്ഷ്യം ഒന്നേയുള്ളൂ: നഷ്ടപ്പെട്ട ഹരിതവസന്തം തിരിച്ചുപിടിക്കുക, പൂർവാധികം പകിട്ടോടെ. ഒരു ചരിത്രപ്പിറവിക്ക് യുദ്ധഭൂമി തന്നെ വേണമെന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലയിൽ പഞ്ചായത്തിലെ ഈ കാണുന്ന 14 ഹെക്ടർ പാടശേഖരത്തിലായിരുന്നു 2016 ഡിസംബർ 8 കേരളത്തിന്റെ ഒരു പച്ചപ്പാർന്ന സ്വപ്നത്തിലേക്ക് ഈ നാട് ഞാറെറിഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാറ് കൈമാറുമ്പോൾ മണ്ണിലിറങ്ങാൻ കൊതിക്കുന്ന ഞാറിൻവേരിഴകളിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ വരെ കരുതിയിരിക്കില്ല. ഇത്രയും വലിയൊരു മാറ്റം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പകിട്ടോടെ വരുമെന്ന്. ഉഴുതുമറിച്ച ഈ ചുവന്ന മണ്ണിൽ നിന്ന് തുടങ്ങിയത് കേരളത്തിന്റെ പച്ചപ്പാർന്ന സ്വപ്നത്തിലേക്കുള്ള ശുഭകരമായ ഒരു യാത്രയായിരുന്നു.
തരിശുഭൂമി വീണ്ടെടുക്കുന്നതിനും അതുപോലെ തന്നെ ആ കാലഘട്ടത്തില് ഒരു വിള അല്ലെങ്കിൽ 2 വിള മാത്രം കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടങ്ങളിൽ അധിക വിള ഇറക്കിക്കൊണ്ടും അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് കൃഷി ചെയ്യാതെ ഇട്ടിരുന്ന പല നിലങ്ങളും വീണ്ടെടുത്തുകൊണ്ടും വളരെ ജനകീയമായിട്ടുള്ള ഒരു ഇടപെടലോടുകൂടി നെൽകൃഷിയുടെ വിസ്തൃതി വ്യാപനം 2015-16 1.96 ലക്ഷം ഹെക്ടർ ആയിരുന്നത് ഈ കഴിഞ്ഞ 2023-24 വർഷത്തെ കണക്കനുസരിച്ചിട്ട് അത് 2 ലക്ഷം ഹെക്ടറിലധികം വിസ്തൃതിയിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ശുദ്ധമായ തെളിനീര് പോലെ പവിത്രമായിരിക്കണം നമ്മൾ കഴിക്കുന്ന ആഹാരവും. സുജലം സുഫലം എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചതും ഈ പവിത്രമായ ആശയത്തിന്റെ ശക്തിയിലാണ്. രാസവളങ്ങൾക്ക് പകരം വീടുകളിൽ നിന്നുള്ള കമ്പോസ്റ്റ്, പ്ലാസ്റ്റിക് പൂക്കൾക്ക് പകരം നമ്മുടെ തുളസിയും പിച്ചകവും, പച്ചത്തുരുത്തുകൾ കൊണ്ട് കേരളത്തിനൊരു ജൈവ കുട തീർത്ത മുഴക്കുന്ന് പഞ്ചായത്തൊക്കെ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഈ പരിശ്രമം യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ മിഷൻ്റെയോ മാത്രം പ്രവർത്തനമല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ അറിയാനുള്ളൊരു സാധ്യത നമ്മൾ ഒരുക്കാൻ പറ്റി. അതിന് വിപുലമായിട്ടുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു, ശില്പശാലകൾ സംഘടിപ്പിച്ചു, അത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ. നമ്മൾ മറന്നുപോയൊരു ശീൽക്കാരമുണ്ട്, പുഴയുടെ ചിരി. സാമ്പത്തിക കണ്ണുകളോടെ പുഴയിലെത്തിയ ഒരു പറ്റം ജനം പുഴയുടെ ഹൃദയം കവർന്നെടുത്തു. നിറഞ്ഞൊഴുകിയിരുന്ന ഓളപ്പരപ്പുകളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എറിഞ്ഞ് ശ്വാസം മുട്ടിച്ചു. വരട്ടാർ വറ്റിയൊരു ഓർമ്മയായി. ഒരു നാടിന് ജീവന്റെ പുതുപ്രകാശം നൽകി കൈപിടിച്ചുയർത്തിയ, പൂർവികരുടെയും തങ്ങളുടെയും ബാല്യം ജലാഭിഷേകം ചെയ്ത ഓർമ്മകളിലെ ഏറ്റവും മനോഹരമായ ഈ തീരത്തെ എന്നേക്കുമായി വിസ്മൃതിയിലേക്ക് മുക്കിത്താഴ്ത്താൻ ഈ ജനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഒരു നാടിന് കണ്ടു നിൽക്കാനാവില്ലല്ലോ തന്റെ ജീവനാടി നിലയ്ക്കുന്നത്. ഹരിത കേരളം മിഷൻ കൈനീട്ടി നൽകിയപ്പോൾ ജനമൊഴുകിയെത്തി. ഭാരത്തോടുകൂടി ഭക്തർ നമ്മൾ അഭിമാനത്തോടെ പേര് പറയുന്ന ഒരുപാട് പുഴകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ പലതിലും ഒഴുക്ക് നിശ്ചലമായിട്ട് മാലിന്യവാഹിയായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2017 വരട്ടാർ പുനരുജ്ജീവന പദ്ധതി എന്ന് പറയുന്നത് അത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് തന്നെയാണെന്ന് ആളുകൾ കണ്ടത്. കാട് പിടിച്ചു കിടന്ന ഒരു പ്രദേശത്ത് അത് മുഴുവൻ തെളിയിച്ചുകൊണ്ട് അതിലൂടെ പുഴ ഒഴുകുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അത് നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞു. മാറ്റത്തിന്റെ കാറ്റ് ഈ മനുഷ്യ തിരമാലകളുടെ ഇച്ഛാശക്തിക്ക് മേൽക്കുപ്പായവും പരിചയമായി. പമ്പയുടെ കൈവഴിയായ വരട്ടാറിനെ വീണ്ടെടുക്കാൻ ആയിരങ്ങൾ ഒരേ മനസ്സോടെ ഒഴുകിയെത്തി.
ഇവയെല്ലാം കേവലം ഒരു ശുചീകരണമായിരുന്നില്ല, അതൊരു പ്രായശ്ചിത്തം കൂടിയായിരുന്നു. മീനച്ചിലാറും കൊടൂരാറും തമ്മിലുള്ള പ്രണയാരംഭത്തിന്റെ സുന്ദര സുരഭില നിമിഷങ്ങൾ തുടങ്ങുന്നത് ജനകീയ സർവേയിലൂടെയാണ്. ഇതിനായി വാർഡ് തലത്തിൽ ജലസഭകൾ കൂടി. ആശാപ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും ഓരോ വീട്ടിലുമെത്തി. പുഴയിലേക്ക് മാലിന്യം തള്ളുന്ന പൈപ്പുകൾ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ചെയ്യരുത്, തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി. അടഞ്ഞുപോയ നീരുറവകൾക്ക് ജീവൻ നൽകാൻ ഒരു ജനത കൈകോർത്തു. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന വിളി പശ്ചിമഘട്ടം മുതൽ തീരപ്രദേശം വരെ അലയടിച്ചു. ഇത് വെറുമൊരു ക്ലീനിംഗ് പ്രഹസനമായിരുന്നില്ല, പുഴയോടുള്ള ഒരു പറ്റം ജനതയുടെ പ്രായശ്ചിത്തമായിരുന്നു. പിന്നെ ഒരു പുഴ നടത്തം. അപ്പോൾ പുഴ നടത്തം അന്ന് തീരുമാനിക്കുമ്പോഴും അതെങ്ങനെയാണ് നടത്തുന്നത്, അത്തരം കാര്യങ്ങളൊന്നും അന്ന് ആലോചിച്ചിട്ടില്ല. പുഴ നടത്തം ഉണ്ടാവണം, അതിൽ വൻപിച്ച ജനകീയ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുനരുജ്ജീവന കൺവെൻഷനുകളിൽ ഈ പുഴ നടത്തത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. വളരെ ആവേശകരമായിട്ടുള്ള സ്വീകാര്യതയാണ് ഈ ഒരു ആശയത്തോട് ഓരോ പഞ്ചായത്തിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. എല്ലാവരും അവരെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ സ്വമേധയാ, കാരണം ഇതിൽ രാഷ്ട്രീയമില്ലാതെ രാഷ്ട്രീയ മനസ്സുകളെല്ലാം വരട്ടാർ എന്ന പുനരുജ്ജീവന പദ്ധതിയിലേക്ക് ഏകോപിപ്പിച്ച അത്യപൂർവമായ ഒരു സംഭവമാണ് ഈ വരട്ടാർ പുനരുജ്ജീവനത്തിലൂടെ ഉണ്ടായത്. നിരവധി കുട്ടികൾ ഒരു ഘട്ടത്തിൽ വരട്ടാർ കാണാനും അറിയാനും ഒക്കെയായിട്ട് വരട്ടാറിൻ്റെ ആദ്യമ്പയുടെയും തീരത്തെത്തി. ആ പ്രദേശത്തെ കോളേജുകൾ, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്, ഇരമല്ലിക്കര അയ്യപ്പ കോളേജ് തുടങ്ങിയ കോളേജിലെ കുട്ടികൾ, സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ തങ്ങളുടെ സന്നദ്ധ സേവനവുമായിട്ട് വരട്ടാറിൻ്റെയും ആദിപമ്പയുടെയും തീരത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഒരു ഘട്ടത്തിലുണ്ടായി. ഈ ആറ് വീണ്ടും പഴയതുപോലെ വരുമല്ലോ എന്ന് ഓർത്തിട്ട് നല്ല സന്തോഷമുണ്ട്. ഒരിക്കൽ വറ്റിപ്പോയൊരു നദി വീണ്ടും ജീവസുറ്റതാകുന്നത് കാണുന്നതിലും വലിയ സന്തോഷം മറ്റെന്തുണ്ട്? ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ഈ ആഹ്വാനം വെറുമൊരു ക്യാമ്പയിനായിരുന്നില്ല, അതൊരു ജനകീയ മുന്നേറ്റമായിരുന്നു. സാധാരണക്കാരായ നാട്ടിൻപുറത്തുകാരും പറയുന്നത് അതുതന്നെ. അനോത്തുപുഴയുടെ ശുചീകരണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുഴയാണ്. ധാരാളം ജനങ്ങൾ വിവിധ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന, കുടിക്കാനും കുളിക്കാനും കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഴയാണ് ഈ പുഴ. ഈ പുഴ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മലിനമായി കൊണ്ടിരിക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ എടുക്കുകയും ഹരിത കേരള മിഷൻ്റെ കൂടെ സഹകരണത്തിൻ്റെ ഭാഗമായി പുഴ ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റെടുക്കുകയുണ്ടായി.
തന്നെ പോകുകയാണെങ്കിൽ കൈവശമിരിക്കുന്ന ഭൂമി പലരും ഇനിയും വിട്ടുതരേണ്ടതായിട്ട് വരും. ഒരു പക്ഷേ ഒരു സ്ഥാപനം, ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ വല്ല ഒരു ഫോർമൽ സിസ്റ്റത്തിലൂടെയാണ് ഇതിനെ വീണ്ടെടുക്കുന്ന പ്രക്രിയയിലേക്ക് പോയിരുന്നെങ്കിൽ ഇതിനകത്ത് എപ്പോഴേ സ്റ്റേയും ഒക്കെ വന്നിട്ട് ഇത് തടസ്സപ്പെട്ടേന്. ഇതിപ്പം ജനങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്യുന്നു, ആർക്കെതിരെ ആര് സ്റ്റേക്ക് പോകാനാണ്? നിങ്ങളെല്ലാവരും അണിചേർന്നിരിക്കുന്നത് ഒരു നദിയുടെ ജീവൻ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ്. അത്രത്തോളം മെച്ചപ്പെട്ടൊരു കാര്യം വേറെയില്ല. നദി ഇനിയും നശിച്ചുകൂടാ. നശിപ്പിച്ചവർ നമ്മൾ തന്നെയാണ്, എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യർ തന്നെയാണ് ഇവിടെ ഇനിയും ഉള്ളത്. അതിലേതെങ്കിലും കൂട്ടർ നദി നശിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും തടയേണ്ടതുണ്ട്. മീനച്ചിലാർ, മീനന്തലയാർ, കൊടൂരാർ പുനർനദി സംയോജന പദ്ധതിയായാലും കാനാമ്പുഴ പദ്ധതിയായാലും അല്ലെങ്കിൽ കിള്ളിയാർ പദ്ധതിയായാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയ്ക്കും പറയാനുണ്ടാകും ഒരു പുഴ വീണ്ടെടുപ്പിൻ്റെ കഥ എന്ന് പറയുന്നത്. കേരളത്തിന്റെ ജീവനാഡിയാണ് പശ്ചിമഘട്ടം. അതിന്റെ സംരക്ഷണം നമ്മുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന ക്യാമ്പയിനിലൂടെ ഓരോ നീർച്ചാലിനെയും വീണ്ടെടുത്ത് ദുരന്തങ്ങളെ ചെറുക്കുകയായിരുന്നു. മാലിന്യക്കുപ്പകളെ വനമാക്കി മാറ്റാൻ കഴിയുമോ എന്നൊരു ചോദ്യമുയർന്നാൽ നിങ്ങൾ എന്തു മറുപടി പറയും? കഴിയുമെന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായും അത് പച്ചത്തുരുത്ത് എന്നായിരിക്കും. ഏക്കറിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന 4291 കൊച്ചു വനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്തൊരു മനോഹരമായ കാഴ്ചയാണല്ലേ! ആടലോടകവും നീർമരുതും വനശലഭങ്ങളും പച്ചത്തുരുത്തുകളിൽ ഒരു പുതിയ ആവാസ വ്യവസ്ഥ തീർക്കുന്നു. ഇത്തരത്തിൽ ഓരോ പച്ചത്തുരുത്തും ഓരോ കുഞ്ഞു വനങ്ങളാണ്. പ്രാദേശിക ജൈവ വൈവിധ്യം ഉറപ്പാക്കി മണ്ണും ജലവും സംരക്ഷിക്കുന്ന പച്ചപ്പിന്റെ തുരുത്തുകൾ. കാർബൺ ന്യൂട്രൽ കേരളം 2050 എന്ന സ്വപ്നത്തിലേക്കുള്ള ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും കരുത്തുള്ള ചുവടുവയ്പ്പാണ് പച്ചമേലാപ്പിൽ പീലി വിടർത്തി നിൽക്കുന്ന ഈ ഓരോ ഓക്സിജൻ പാർലറുകൾ.
കേരളത്തില് ഭൂമി ലഭ്യത എന്ന് പറയുന്നത് വലിയൊരു പരിമിതിയാണ് ഈ നമ്മുടെ വൃക്ഷവൽക്കരണ പരിപാടികളിൽ, പ്രത്യേകിച്ചും പൊതുസ്ഥലങ്ങളിൽ. അതുകൊണ്ടാണ് 1/2 സെന്റ് മുതൽ മുകളിലോട്ടുള്ള വിസ്തൃതിയില് നമ്മൾ പച്ചത്തുരുത്തുകൾ സംഘടിപ്പിക്കുന്നതിന് വിപുലമായിട്ടുള്ള ക്യാമ്പയിൻ നടന്നു. 2019 ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനത്തില് വേങ്ങോട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരത്തുള്ള 5 സെന്റില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തൈ നട്ടുകൊണ്ടാണ് പച്ചത്തുരുത്ത് ക്യാമ്പയിന് തുടക്കമിട്ടത്. അതിനുശേഷം നാളിതുവരെ 4000-ത്തിലധികം പച്ചത്തുരുത്തുകൾ സംസ്ഥാനത്തൊട്ടാകെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് 1200 ഏക്കറിലധികം വിസ്തൃതിയില് പച്ചത്തുരുത്തുകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹരിത മിഷൻ്റെ ആ രീതിയിലുള്ള പിന്നെ വകുപ്പുകൾ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആയിരുന്നാലും ജില്ലയുടെ ആയിരുന്നാലും നമുക്ക് അതിനുള്ള പദ്ധതികളെല്ലാം ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പണ്ടത്തെ അതേ രീതിയിൽ വരുമെങ്കിൽ നാട്ടുകാർക്കും എല്ലാവർക്കും ജനങ്ങൾക്കെല്ലാം ഒരു നല്ലൊരു സന്തോഷം ഒരു കാര്യമാണ്. ഭൂമിയെ കൂടുതൽ മികവുറ്റതാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നതാണ് നെറ്റ് സീറോ കാർബൺ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഹരിതകേരള മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന രീതിയിലാണ് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളുടെ എന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ എത്തുന്നത്. കാരണം അതിനു മുമ്പ് ഹരിതകേരള മിഷൻ വെള്ളം, വൃത്തി, വിളവ് എന്നുള്ള 3 മേഖലകളിലും മാലിന്യ സംസ്കരണത്തിലായാലും ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുന്നതിനായിട്ടായാലും കൃഷി പുനരുജ്ജീവിപ്പിക്കുന്നതിനായാലും പച്ചത്തുരുത്തുകൾ വച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനമായാലും ഇതെല്ലാം തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ഊർജ്ജ മേഖലയാണ് ഇതല്ലാതെ വരുന്നൊരു മേഖല. അതിലും കൂടെ ഒരു ഇടപെടൽ സാധ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഈ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളുടെ എന്നുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചത്. ജനങ്ങളിലേക്ക് അവരുടെ ശീലമാറ്റത്തിന് ഇടയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ജനപങ്കാളിത്തമാണ്. കാരണം ജനങ്ങളുടെ പങ്കാളിത്തമില്ലാതെ ഈ ശീലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാതെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുക ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ ഹോബിയുണ്ട്. അവരുടെ കൂട്ടുകാർക്ക് തൈകൾ സമ്മാനമായി നൽകും. എന്നിട്ടവർ പരസ്പരം കാതുകളിൽ മന്ത്രിക്കും, ഇത് നമ്മുടെ സൗഹൃദം പോലെ പടർന്നു പന്തലിക്കുമെന്ന്. നാളത്തെ പ്രഭാതങ്ങളിൽ ഈ തൈകൾ മൊട്ടിടുമെന്ന്, പിന്നീട് ഈ തൈകളിൽ കായ് വരുമെന്ന്, 100,000 കുഞ്ഞിക്കിളികൾ വിരുന്നെത്തുമെന്ന്. മാലിന്യം എവിടെ ഉപേക്ഷിക്കണമെന്നല്ല, അതെങ്ങനെ വിഭവമാക്കി മാറ്റാമെന്നാണ് ഹരിത കേരളം മിഷൻ ഒരു ജനതയെ പഠിപ്പിച്ചത്. ഇതോടൊപ്പം 30,000-ത്തിലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ നാടിന്റെ കാവൽക്കാരായും മാറി. വൃത്തികേടുകളെ മനോഹരങ്ങളായ കവിതകളാക്കി മാറ്റുന്ന ശുചിത്വ സംഗീതം ഈ പച്ച പുടവയണിഞ്ഞ സേനാംഗങ്ങൾ എല്ലാ ദിവസങ്ങളിലും മുടക്കമില്ലാതെ രചിക്കുന്നു. ഹരിതമിത്രം എന്ന സ്മാർട്ട് ആപ്പിലൂടെ ഇന്ന് നമ്മുടെ മാലിന്യ സംസ്കരണം ഡിജിറ്റലായി മാറിക്കഴിഞ്ഞു. ഇത്തവണ ഞങ്ങളും ആദ്യമായിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്ന് കേൾക്കുന്ന. നമ്മളെല്ലാ കൊല്ലവും ഈ അമ്പലത്തിൽ മഹാപ്രസാദോട്ട് നടത്തി വരുന്നതാണ്. അപ്പം ഗ്രീൻ പ്രോട്ടോകോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഒരു ഡൗട്ടായിരുന്നു, എന്താണ് നമ്മൾ എല്ലാ തവണയും പ്ലാസ്റ്റിക്കിലൊക്കെ കൊടുക്കുമ്പോൾ ഇത്തവണ മാറ്റിയിട്ട് സ്റ്റീൽ പ്ലേറ്റ് കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. പിന്നെ നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നി ഇതൊന്ന് പ്രാവർത്തികമാക്കി നോക്കിയാലോ, അങ്ങനെ വിജയിച്ചാൽ നമ്മുടെ ക്ഷേത്രത്തിനാണല്ലോ പേരെന്ന് ഓർത്തിട്ടാണ് നമ്മളങ്ങനെ നടത്തിയപ്പോൾ നമുക്ക് കൊള്ളാമെന്ന് തോന്നി. ഈ വാക്കുകൾ പോലെ തന്നെ എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ മലയാളിയുടെയും മനസ്സിൽ വേരുറച്ചു. മാലിന്യം വലിച്ചെറിയുന്നത് ഒരു ചെറിയ കാര്യമല്ലെന്ന് മലയാളി പഠിച്ചു. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ചിന്തയിൽ നിന്ന് ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളും ഹരിത ഓഫീസുകളായി മാറി.
ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കുകൾ വേറെ, പേപ്പറുകൾ വേറെ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ ഓരോ നിലയിലും ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. രണ്ടെണ്ണം ചില ഇതിൽ ഓഫീസുകൾ കൂടുതൽ ആളുകളുള്ളിടത്ത് 2 ഡസ്റ്റ്ബിൻ ഉപയോഗിക്കാറുണ്ട്. അതിൽ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിടണം. ആ ബയോബിന് നിറയുന്ന മുറയ്ക്ക് അതിനെ നമ്മൾ വളമാക്കി മാറ്റി നമ്മുടെ ജീവനക്കാരുടെ വീടുകൾക്ക് ആവശ്യമായി കൃഷി ചെയ്യാൻ അവർക്ക് നൽകാറുണ്ട്. ഇതിലുപരി കൃഷിക്കാർക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ തുക ശേഖരിച്ചുകൊണ്ട് തന്നെ അത് നമുക്ക് അവർക്ക് നൽകാൻ തയ്യാറാവാറുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഈ സിവിൽ സ്റ്റേഷനിലെ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. സ്വയം ഉത്തരവാദിത്വം എല്ലാ ഉദ്യോഗസ്ഥരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ബോധത്തിൽ അതൊരു അവബോധമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു നേട്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം വരെ അന്നദാനത്തിനും എല്ലാം പ്ലാസ്റ്റിക് പ്ലേറ്റുകളും കപ്പുകളും ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇത്തവണ മുതൽ അത് കംപ്ലീറ്റ്ലി സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസുകളും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രസാദം കൊടുത്തിരുന്ന പ്ലാസ്റ്റിക് ടിന്ന് ഇപ്പം മാറ്റി അതിനെ സ്റ്റീൽ ടിന്നുകളാക്കി മാറ്റിയിട്ടുണ്ട്. വിനോദസഞ്ചാരം വെറുമൊരു ആഘോഷമല്ല, അതൊരു ഉത്തരവാദിത്തമാണെന്ന് വാഗമണ്ണും ബേക്കലും നമ്മെ പഠിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് പാത്രങ്ങളുമായി വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഹരിത ചെക്ക് പോസ്റ്റുകളിൽ യൂസർ ഫീ നൽകേണ്ടി വരും. ജയിലിനൊരു നെഗറ്റീവ് എനർജിയാണ്. അതിനെ പോസിറ്റീവ് ആക്കാൻ നമുക്ക് പച്ചപ്പിലൂടെ പറ്റൂ. 2000-ഓളം മുല്ലകൾ തന്നിരിക്കുക. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അവരുടെ പേരിലാണ് ഓരോ മുല്ല വെക്കുന്നത്. ഓരോ ചെടികൾ മണ്ണുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിൽ വെക്കും, മറ്റുള്ള സ്ഥലങ്ങളിൽ 400-ഓളം ചെടിച്ചട്ടികളുണ്ട്. ആ ചെടിച്ചട്ടികൾ ലോകം 2070-നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളം 2050-ൽ നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നു. കാർബൺ ന്യൂട്രൽ പഞ്ചായത്തുകളും പുകയില്ലാത്ത അംഗനവാടികളും ഈ യാത്രയിലെ നാഴികക്കല്ലുകളാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ആഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിൽ ഉരുൾപൊട്ടലായാലും ഒക്കെ തന്നെ എത്രമാത്രം ദുരിതങ്ങൾ ഉണ്ടാക്കാം എന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തെ സുരക്ഷിതമാക്കാൻ പശ്ചിമഘട്ടം എന്ന പേരിൽ നടത്തുന്ന മാപ്പത്തോൺ കേരള ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനായാലും, അതേപോലെ തന്നെ കേരളത്തിലെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ നീർച്ചാലുകളുടെയും തോടുകളുടെയും ഒഴുക്ക് സുഗമമാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളായാലും എല്ലാം കേരളത്തിൻ്റെ വരുംകാല കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആഘാതങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഇടപെടലായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. മാവത്തോണിലൂടെ ഓരോ നീർച്ചാലിനെയും അടയാളപ്പെടുത്തിയത് വലിയൊരു ശാസ്ത്രീയ നേട്ടമാണ്. ഭാവിയിലെ പ്രളയങ്ങളെയും വരൾച്ചയെയും നേരിടാൻ ഇത് നമ്മെ സഹായിക്കും. വളരെ സമൃദ്ധമായി വെള്ളമുള്ളൊരു പ്രദേശമാണ് കേരളം എന്ന് പറയുമ്പോഴും കടുത്ത വേനലും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനി ഞാൻ ഒഴുകട്ടെ പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ നമുക്ക് നിലവിലുള്ള ജലസ്രോതസ്സുകൾ, പ്രത്യേകിച്ച് കിണറുകളുടെ വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കാനുള്ള ജലപരിശോധനാ ലാബുകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം വെറും കുട്ടിക്കളിയല്ലെന്ന് നമ്മുടെ മക്കൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് 335-ലധികം ഹയർ സെക്കൻഡറി സ്കൂളുകൾ
ജലഗുണനിലവാര ലാബുകളായി മാറിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങളുടെ വീട്ടിലെ വെള്ളം ശുദ്ധമാണോ എന്ന് വിദ്യാർത്ഥികൾ തന്നെ പരിശോധിക്കുന്ന നിലയിലെത്തി കാര്യങ്ങൾ. ജനകീയമായി ജലബഡ്ജറ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജലബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഹരിത കേരളം മിഷൻ വെറുമൊരു സർക്കാർ പദ്ധതിയല്ല, അതൊരു ജീവിത രീതിയാണ്. ശത്രുതയോടെ തന്നെ നോക്കിയവരെയും വിമർശിച്ചവരെയും തന്റെ അചഞ്ചലമായ ഒഴുക്കുകൊണ്ട് കീഴടക്കിയ ഒരു തെളിനീർ അരുവിയുടെ ആഴങ്ങളിൽ വെട്ടിത്തിളങ്ങുന്ന ശിലകളുടെ വെണ്മയാണത്. ഈ ചുവന്ന മണ്ണും ശുദ്ധമായ വെള്ളവും സമ്പൽ സമൃദ്ധമായ വിളവും നാം വരും തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ വരദാനമാണ്. ഈ ഇത്തിരിവട്ടം കെടാതെ സൂക്ഷിക്കുക എന്ന പ്രതിജ്ഞയോടെ വിട പറയുന്നത് അതിജീവന ഓർമ്മകളിലെ മധുരിതമായ 10 വർഷക്കാലമാണ്. രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ, ജാതി മതഭേദമില്ലാതെ മലയാളി കൈകോർത്ത അനശ്വര നിമിഷങ്ങൾ. നമ്മുടെ മണ്ണും വെള്ളവും വായുവും കൂടുതൽ വിശുദ്ധിയോടെ പവിത്രമായി നിലനിർത്താൻ ഹരിത കേരളം മിഷനോടൊപ്പം ചേർന്ന് നടത്തിയ തീവ്ര പോരാട്ടം അതിനിയും തുടരും. കാരണം നാം നമ്മുടെ മക്കൾക്ക് കൈമാറേണ്ടത് ഒരു ജീവനില്ലാത്ത ഭൂമിയെയല്ല, മറിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന വർണ്ണാഭമായ ഒരു പ്രപഞ്ചത്തെയാണ്. ഹരിത കേരളം മിഷൻ ഒരു യാത്രയുടെ ഒടുക്കമല്ല, അത് ഒട്ടും സങ്കോചമില്ലാതെ മുന്നേറുന്ന ആരംഭ ദശകത്തിൽ ചൊല്ലിയ പ്രതിജ്ഞയുടെ പ്രതിധ്വനി മന്ത്രങ്ങൾ കൊണ്ട് വിശ്വവും കീഴടക്കിയ മതിവരാത്ത ഒരു തീർത്ഥാടന യാത്രയാണ്. നാം ഓരോരുത്തരും ഈ യാത്രയിലെ സഞ്ചാരികളും. ഓരോ കേരളീയന്റെയും ഹൃദയത്തിൽ ഈ ഹരിത വിപ്ലവം ജ്വലിക്കും അനന്തവിഹായസിൽ. കാരണം ഹരിത കേരളം ഒരു മിഷൻ മാത്രമല്ല, അതിന്ന് ലോകമാകെ പരന്നുകിടക്കുന്ന മലയാളിയുടെ പരിഷ്കരിച്ച ജീവിതചര്യയാണ്. അതിന്ന് ലോകഭൂപടത്തെ ചടുലമാക്കുന്ന ശുചിത്വബോധത്തിന്റെ പരിഷ്കരിച്ച ഏടാണ് മലയാളിയുടെ ഹരിത കേരളം എന്ന സ്വകാര്യ നേട്ടവും. ഹരിത കേരളം സാധ്യമാണ് എന്ന് ഉറപ്പിക്കുന്നൊരു 10 വർഷമാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന നവകേരള സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹരിത കേരളത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൻ്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനവും ഇടപെടലും ആവശ്യമാണ് എന്ന് നമുക്ക് ഹരിത കേരള മിഷൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങൾ അടിവരയിടുന്നു.